എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം ജില്ലയിൽ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് കായി അബ്ദുൾ റഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മയും. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം എപ്രകാരമാണ്? ഉത്തരം സുവാർത്ത നൽകുന്നവൻ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിൽ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലിൻ്റെ പേര് എന്ത്? ഉത്തരം 1942 പ്രസിദ്ധീകരിച്ച പ്രേമലേഖനം. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം 1985 P.A. ബക്കർ. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം എന്ന്? ഉത്തരം 1993. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതിയുടെ പേര് എന്ത്? ഉത്തരം ബാല്യകാല സഖി. സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത്? ഉത്തരം ബാല്യകാല സഖി. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് എന്ത്? ഉത്തരം നേരും നുണയും. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എപ്പോൾ? ഉത്തരം 1993. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം ടാറ്റ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരായിരുന്നു? ഉത്തരം ബാലാമണി അമ്മ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരായിരുന്നു? ഉത്തരം E.M. അഷ്റഫ്. രണ്ടാം ലോകയുദ്ധത്തിൽ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീർ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം അനീസ് അൻവർ.
ബഷീർ വിവാഹിതനായത് എന്നായിരുന്നു? ഉത്തരം 1958 ഡിസംബർ 18. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഉത്തരം ഷാഹിന ആൻഡ് അനീസ്. 2 മക്കളാണ് ബഷീറിനുള്ളത്. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം ഫാത്തിമ ബീവി. ഫാബി ബഷീർ എന്ന് അറിയപ്പെടുന്നു. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ്? ഉത്തരം ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു? ഉത്തരം EM അഷ്റഫ്. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരായിരുന്നു? ഉത്തരം MN വിജയൻ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീർ അന്തരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1994 ജൂലൈ 5. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്ത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് MV രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉത്തരം ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ ഏത്? ഉത്തരം തേന്മാവ്. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം പ്രേം നസീർ. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ നിന്നാണ്. ഏതാണ് ഈ കഥ? ഉത്തരം അനർക്ക നിമിഷം. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥയുടെ പേര് എന്ത്? ഉത്തരം തങ്കം. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം MK സാനു. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ എന്ന കൃതിയിൽ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരായിരുന്നു? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഉത്തരം 1990 പുറത്തിറങ്ങിയ മതിലുകൾ. നട്ട് ഹംസന്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീർ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രം ആയത് ഏതു പേരിലാണ്? ഉത്തരം ഭാർഗവി നിലയം.
ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഉത്തരം എ. വിൻസെൻ്റ്. ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പിന്നീട് പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം കുതിരവട്ടം പപ്പു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം എന്ന്? ഉത്തരം 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം എന്ന്? ഉത്തരം 1981. ബഷീറിന് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം 1982. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏത്? ഉത്തരം സുഭാഷ് ചന്ദ്രൻ രചിച്ച സമുദ്രശില. വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ഭാർഗവി നിലയം, ബാല്യകാലസഖി. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്ത്? ഉത്തരം ഉജ്ജീവനം. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ എന്ന തൂലികാനാമത്തിൽ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന്. ഈ വീഡിയോയുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ പേരോടുകൂടി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മികച്ച ക്വാളിറ്റിയിൽ കൂട്ടുകാരിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.